അദാലത്തിലൂടെ ഭൂമി തരം മാറ്റി നൽകാനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് റവന്യൂ വകുപ്പ്. സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് പനമരത്ത് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 25 സെന്റിൽ താഴെയുള്ളവർക്കായി ഭൂമി തരം മാറ്റി നൽകുന്നത് 251 പേർ ആദ്യഘട്ടത്തിൽ ആനുകൂല്യത്തിന് അർഹരായി. ഭൂമി തരം മാറ്റൽ നടപടിക്ക് വേഗം കൂട്ടാനായിരുന്നു നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചത്. നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയെങ്കിലും ഒപ്പിടാൻ ഗവർണർ തയ്യാറായില്ല. ഇതോടെ തരംമാറ്റൽ നടപടികൾ വൈകി. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്തുകൾക്ക് തുടക്കമായത്. രേഖകളിൽ തണ്ണീർത്തടമായതിന്റെ പേരിൽ പ്രതിസന്ധിയിലായ സാധാരണക്കാർക്ക് തരം മാറ്റൽ അദാലത്തിലൂടെ ആനുകൂല്യം ലഭിക്കും എന്നതാണ് പ്രത്യേകത. ആദ്യ അദാലത്തിൽ 251 പേർക്കാണ് ഭൂമി തരം മാറ്റി നൽകിയത്. കേരളത്തിന്റെ ഭൂപതിവ് നിയമത്തിൽ, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ഭേദഗതിയിൽ ഗവർണർക്ക് സ്വന്തമായി തോന്നിയ ഏതെങ്കിലും ഒരു അഭിപ്രായം കേരളത്തിലെ ഗവൺമെന്റിനോട് ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കാൻ ഗവർണർക്ക് അവകാശവുമില്ല. എങ്കിലും ചോദിച്ച മറുപടിയില്ലേ കേരളത്തിലെ ഗവൺമെന്റിന് പറയും. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ ഭേദഗതിയിൽ പരാതിയുടെ പുറത്തു പോലും ഒരു നോട്ട് ഗവർണർ കേരളത്തിലെ ഗവൺമെന്റിന് മുമ്പിൽ തന്നിട്ടില്ല. പിന്നെന്ത് ഈ അഭിപ്രായം കൊണ്ടുവയ്ക്കുന്നു? കേരളത്തിൽ ഭൂമി തരംമാറ്റലിന് 3,74,218 അപേക്ഷകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 1,16,432 എണ്ണത്തിൽ നടപടിയായി. കൃത്യമായ പരിശോധനയിലൂടെ അർഹർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി. 68 ജൂനിയർ സൂപ്രണ്ടുമാരെയും 181 ക്ലർക്കുമാരെയും തരംമാറ്റ അപേക്ഷകൾ കൈകാര്യം ചെയ്തതിന് മാത്രമായി റവന്യൂ വകുപ്പ് നിയമിച്ചിട്ടുണ്ട്. 24 വയനാട്.